നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ഇൻബ്രീഡിങ്. ഇൻബ്രീഡിങ് എന്ന് പറഞ്ഞാൽ രക്തബന്ധമുള്ള ജീവജാലങ്ങൾ തമ്മിലുള്ള ഇണചേരലിനാണ് ഇൻബ്രീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും ഇത് പ്രശ്നമാണ്. നമ്മുടെ വിഷയം കോഴിയാണല്ലോ, അപ്പോൾ നമുക്കിന്ന് കോഴികളുടെ ഇൻബ്രീഡിങ്ങിനെ പറ്റി സംസാരിക്കാം. അതുപോലെ തന്നെ ഇൻബ്രീഡിങ്ങിൽ ഉണ്ടായ കോഴിക്കുഞ്ഞുങ്ങൾ ഇടുന്ന മുട്ട വിരിയിക്കാൻ നമ്മൾക്ക് വെച്ച് കഴിഞ്ഞാൽ വിരിയൽ ശതമാനം കുറവായിരിക്കും. അഥവാ വിരിഞ്ഞ് വന്നാൽ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളും ബൈ ചാൻസ് അംഗവൈകല്യമില്ല എന്നുണ്ടെങ്കിൽ അത് വളർച്ച മുരടിച്ച ജനിതക പ്രോബ്ലം ഉള്ള കുഞ്ഞുങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റുന്ന എങ്ങനെ ഒഴിവാക്കാം എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 സ്ഥലങ്ങളിൽ നിന്ന് കോഴികളെ വാങ്ങുക. ഒരു സ്ഥലത്ത് നിന്ന് പിട വാങ്ങുക, ഒരു സ്ഥലത്തു നിന്ന് പൂവനെ വാങ്ങുക. അങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് ഇൻബ്രീഡിങ് ഒഴിവാക്കി നല്ലൊരു ബ്രീഡിങ് പാരൻറ്റ് സ്റ്റോക്കിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കോഴികളിലെ ഇൻബ്രീഡിങ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഒരു 10 കോഴിക്കുഞ്ഞുങ്ങൾ വീട്ടിൽ വിരിഞ്ഞു എന്നിരിക്കട്ടെ. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ വളർന്നു വരപ്പോൾ അതിൽ 6 പിടയും 4 പൂവനും. അപ്പോൾ അവരെ നമ്മൾ മാറ്റുന്നില്ല. അപ്പോൾ അവർ തമ്മിൽ ഇണചേർന്ന് കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഇൻബ്രീഡിങ് ആയ കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആ കോഴിക്കുഞ്ഞുങ്ങൾ ഒന്നുകിൽ ജനിതക വൈകല്യമുള്ള കുഞ്ഞുങ്ങളായിരിക്കും. അതിൻ്റെ വളർച്ച മുരടിച്ച അവസ്ഥയിലായിരിക്കും. മുട്ട ഉൽപ്പാദനം അല്ലെങ്കിൽ പൂവനാണെങ്കിൽ വളർച്ച കുറവായിരിക്കും. ഒരുപാട് അസുഖങ്ങൾ വരും. അതുകൊണ്ട് ഇൻബ്രീഡിങ് മാക്സിമം ഒഴിവാക്കി കോഴികളെ വളർത്തുക. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നില്ലല്ലോ, മുട്ട ഉൽപ്പാദനം മാത്രമല്ല ഉദ്ദേശം. അങ്ങനെ വിചാരിച്ചാലും മുട്ട ഉൽപ്പാദനം കുറയും, പ്രതിരോധശേഷി കുറവായിരിക്കും. ഇൻബ്രീഡിങ്ങിൻ്റെ പ്രശ്നം കോഴികൾ മാത്രമല്ല, എല്ലാ പെറ്റ്സിനും അത് ബാധകമാണ്. അപ്പോൾ ഈ വിഷയം നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സന്ദേശം എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ഭാവി തലമുറയിൽ നല്ല ആരോഗ്യമുള്ള നാടൻ കോഴികളെ വളർത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.